ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് ആണ്. അതിൽ സെക്കൻഡ് പ്രോബ്ലം ഇതാണ്, ഡിറ്റർമിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. സോ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ രണ്ട് മാസ് എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്തു. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു മാസ് എലമെൻറ്റേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, എം ഒരു മാസ് എലമെൻറ്റ് തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു നോഡ് പോയിൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാസ് എലമെൻറ്റ്സിനെയാണ്. അപ്പോൾ ഒരു നോഡ് പോയിൻ്റ് ഇതാണ്. ദെൻ ഇതിൽ ഒരു നോഡ് പോയിൻറ്റും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂ. സോ നമ്മളതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. മീറ്റിംഗ് പോയിൻറ്റ്സ് ബിറ്റ്വീൻ ദ ടു എലമെൻറ്റ്സ്, അതിനെ നമുക്കൊരു നോഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഒരു മാസ് എലമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കെയും B2, ഇപ്പോൾ ഓൾറെഡി ഒരു മാസ് എലമെൻ്റ് ഉണ്ട്. ഈ കെ സ്പ്രിങ് തന്നിരിക്കുന്ന ഈ സ്പ്രിങ്ങും ഡാഷ്ബോർഡും കണക്ട് ചെയ്യുന്നതിനിടയ്ക്ക് ആ രണ്ട് എലമെൻറ്റ്സിനും ഇടയ്ക്ക് നമുക്കൊരു മാസ് പോയിൻ്റ് നമുക്ക്, അല്ലെങ്കിൽ ഒരു നോഡ് പോയിൻറ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു പോയിൻറ്റിൽ നമുക്കൊരു മാസ് പോയിൻ്റ്, നമുക്കൊരു നോഡ് പോയിൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് x(t) ആണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് f(t) ആണ്. സോ ഔട്ട്പുട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ഇൻപുട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ x(s) ബൈ f(s) ആണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എയിം. സോ ഇവിടുത്തെ ഫസ്റ്റ് നോഡ് പോയിൻ്റ് ഓൾറെഡി ഗിവൺ ആ എം എന്ന് പറയുന്ന നോഡ് പോയിൻ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് നോഡ് പോയിൻ്റ്. അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് ഞാൻ വരയ്ക്കുന്നത്. സോ എം എന്ന് പറയുന്ന ക്വസ്റ്റിനിൽ തന്നേക്കുന്ന ആ ഒരു മാസ് എലമെൻറ്റ് വരച്ചു. അതിൽ അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സാണ് f(t). ദെൻ അതിൽ ആക്ട് ചെയ്യുന്ന ഒപ്പോസിങ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, ഒപ്പോസിങ് ഫോഴ്സസ് എന്ന് പറയുന്നത് FB1, ഈ ഒരു B1 ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് FB1. ദെൻ B2, ഈ B2 കൊണ്ടുണ്ടാവുന്ന ആ ഒരു ഫോഴ്സും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് FB2. FB1ഉം FB2ഉം. ദെൻ ഓൾറെഡി നമ്മുടെ മാസ് എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ട്, ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്, അതാണ് FM. സോ FM, FB1 ആൻഡ് FB2 ഇത്രയും എലമെൻറ്റ്സ് ആണ്, ഇത്രയും ഒപ്പോസിങ് ഫോഴ്സസ് ആണ് ഈ ഒരു മാസ് എലമെൻറ്റ് കൺസിഡർ ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട, ഫ്രീ ബോഡി ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യേണ്ട ഒപ്പോസിങ് ഫോഴ്സസ്. ഇതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് x(t) എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ x എന്ന് നമുക്ക് പറയാം. ദെൻ ഇവിടെ നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വെച്ചിട്ട് the total applied force is equal to sum of opposing forces. That is f(t) is equal to, നമുക്ക് പറയാം, FM ഉണ്ട്, then FB1 ഉണ്ട്, FB2 ഉണ്ട്. സോ FM ആ മാസ് എലമെൻറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ഒപ്പോസിങ് ഫോഴ്സ് നമ്മൾ പഠിച്ചു, ആക്സിലറേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. FM is equal to m into d²x/dt², കാരണം x ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ FB1 എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു എൻ്റെ ഫിക്സഡ് ആണ്. സോ FB1 മീൻസ് B1 ഇൻറ്റു വെലോസിറ്റി വെച്ചിട്ടാണ് dx/dt. സോ B1 ഇൻറ്റു dx/dt ആണ്. ദെൻ അടുത്ത B2 നോക്കുവാണെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു ഈ മാസ് എലമെൻറ്റ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് x ആണ്. B2 എന്ന് പറയുന്നത് ഒന്ന് എമ്മിലേക്ക് ഒന്ന് കെയിലുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് x ആണ്, x1 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുവാണ്. സോ x1ഉം x-ഉം അത് വെച്ചിട്ട് വേണം, കാരണം രണ്ട് എൻഡും ഫ്രീ ആയിട്ടാണ്, അല്ലെങ്കിൽ ഓപ്പൺ എൻഡാണ്, ഫിക്സ്ഡ് അല്ല. സോ ഇവിടുത്തെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് x1ഉം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം x ആണ്. അപ്പോൾ അത് m വെച്ചിട്ട് നമ്മൾ പറയുവാണെങ്കിൽ B2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് B2 ഇൻറ്റു d/dt ഓഫ് x മൈനസ് x1 എന്ന് നമുക്ക് പറയാം. സോ f(t)യുടെ എക്സ്പ്രഷൻ നമുക്ക് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ
f of t Laplace transform is f of s, and m into d square x of t by dt square is equal to x square into x of s plus b1 into s into x of s, then plus b2 into s into x of s minus x1 of s. So ഇങ്ങനെ നമുക്ക് f of s ന്റെ എക്സ്പ്രഷൻ കിട്ടും. then f of s കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് ഓഫ് എസ് കോമൺ ആക്കി എഴുതുവാണെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്നും എം ഇൻറ്റു എസ് സ്ക്വയർ വരും. സെക്കൻഡ് ടേമിൽ നിന്നും b1 ഇൻറ്റു എസ് വരും. ഇവിടുന്ന് b1 ഇൻറ്റു എസ് വരും. ഇവിടെ b2 ഇൻറ്റു എസ്സും വരും. സോ ഞാൻ അതിനെ b1 പ്ലസ് b2 ഇൻറ്റു എസ് എന്ന് എഴുതി. ദെൻ എക്സ് ഓഫ് എസിൻ്റെ ടേംസ് ഇത്രയേ ഉള്ളൂ. സോ എക്സ് ഓഫ് എസിൻ്റെ ടേംസ് എല്ലാം എഴുതി. ദെൻ റിമൈനിങ് ടേം എന്ന് പറയുന്നത് ഈ ഒരു b2 ഇൻറ്റു എസ് ഇൻറ്റു x1 ഓഫ് എസ് എന്ന് പറയുന്ന ടേമാണ്. സോ ഞാൻ എഫ് ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതി. സോ ദിസ് ഇസ് എഫ് ഓഫ് എസ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ദെൻ നമ്മൾ അടുത്ത മാസ് എലമെൻറ്റ് നമ്മൾ പറഞ്ഞു ബിറ്റ്വീൻ ആ നോഡ് പോയിൻ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിന് ഒരു ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു രണ്ട് എലമെൻറ്റ്സിന് ഇടയ്ക്ക് ഒരു നോഡ് പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ മാസ് എലമെൻറ്റ് നമ്മളതിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു മാസ് എലമെൻ്റ് അവിടെ കൺസിഡർ ചെയ്യുക. എം ഈസ് ഈക്വൽ ടു 0. സോ എം 0 വാല്യൂവിൽ നമ്മളൊരു മാസ് എലമെൻ്റ് അവിടെ അസ്യൂം ചെയ്യാം. സോ അത് എം 0 ആയതുകൊണ്ട് നമുക്ക് FM1 ഇല്ല, FM ഇല്ല. FM എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് അവിടെ ഇല്ല. ദെൻ പിന്നെ ഉള്ളത് കെയും B2 ആണ്. എഫ് കെ ഉണ്ട്, B2 ഉണ്ട്. എഫ് കെ ആൻഡ് B2. സോ എഫ് കെ ഉണ്ട്, ദെൻ FB2 ഉണ്ട്. സോ ആ രണ്ട് എലമെൻറ്റ്സേ അവിടെ ഉള്ളൂ. അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ x1 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ദെൻ ഇനി നോക്കുവാണെങ്കിൽ എഫ് കെ എന്ന് പറയുന്നത് ഒരു എൻഡ് ഫിക്സഡ് ആണ്, പക്ഷേ B2 എന്ന് പറയുന്നത് രണ്ട് എൻഡും ഓപ്പൺ ആണ്. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് x1ഉം ഇവിടുത്തത് എക്സുമായിട്ടുമാണ് നമ്മൾ B2ൻ്റെത് പറഞ്ഞേക്കുന്നത്. സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് ഇക്വേഷൻ ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, the sum of forces Fk plus Fb2 is equal to 0. Fk എന്ന് പറയുന്നത് k ഇൻറ്റു x1 എന്ന് എഴുതാം. കാരണം കെയുടെ ഒരു എൻഡ് ഫിക്സഡ് ആണ്. സോ k ഇൻറ്റു x1. ദെൻ ഇത് രണ്ടും ഓപ്പൺ ആയതുകൊണ്ട് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് x1, ഇവിടുത്തെ x. അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു ഇതായതുകൊണ്ട് x1 മൈനസ് x, b2 ഇൻറ്റു d ബൈ dt ഓഫ് x1 മൈനസ് x എന്ന് എഴുതാം. FB2ൻ്റെ എക്സ്പ്രഷൻ b2 ഇൻറ്റു d ബൈ dt ഓഫ് x1 മൈനസ് x ഈക്വൽ ടു 0. ദെൻ ഇവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ നമുക്ക് എന്ത് കിട്ടും? k ഇൻറ്റു x1 ഓഫ് s പ്ലസ് b2 ഇൻറ്റു s ഇൻറ്റു x1 ഓഫ് s മൈനസ് x ഓഫ് s ഈക്വൽ ടു 0. ദെൻ നമുക്ക് ഇവിടുന്ന് x1 ഓഫ് എസ് സോൾവ് ചെയ്യാം. x1 ഓഫ് എസ് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ x1 ഓഫ് എസ് എന്ന് പറയുന്നത് k പ്ലസ് b2s മൈനസ് b2 ഇൻറ്റു s ഇൻറ്റു x ഓഫ് എസ് എന്നെഴുതാം ഈക്വൽ ടു 0. ഇതിൽ നിന്നും x1 ഓഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് b2 ഇൻറ്റു s ഇൻറ്റു x ഓഫ് എസ് ബൈ b2 ഇൻറ്റു s പ്ലസ് k എന്നെഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 2. ദെൻ നമ്മൾ നേരത്തെ 1 കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് വേണ്ടുന്നത് x ഓഫ് എസ് ബൈ f ഓഫ് എസ് ആണ്. നമുക്ക് x1 ഓഫ് എസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ x1 ഓഫ് എസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 2 നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ substitute 2 in 1. So we can write f of s is equal to x of s into ms square plus ms square
plus b1 plus b2 into s minus second term b2s into x1 of s ആണ്. x1 of s ന് പകരം നമുക്ക് ഈ വാല്യൂ കൊടുക്കാം, അതായത് b2s into x of s. അപ്പോൾ നമുക്കത് b2s into b2s by b2s plus k into x of s എന്ന് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് f of s. ദെൻ ഇവിടെ നമുക്കൊന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ x of s കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ x of s into ms square plus b1 plus b2 into s minus b2 s the whole square by b2s plus k എന്ന് നമുക്ക് എഴുതാം. ദെൻ അവിടെ LCM എടുക്കുകയാണെങ്കിൽ x of s into ms square plus b1 plus b2 into s the whole multiplied with b2s plus k LCM എടുക്കുകയാണ് minus b2s square the whole divided by b2s plus k ഇങ്ങനെ നമുക്ക് കിട്ടും. ദെൻ ഇവിടുന്ന് നമുക്ക് x of s by f of s, അതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. x of s by f of s, that is known as transfer function. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് b2s plus k by ms square plus b1 plus b2 into s into b2s plus k minus b2s the whole square. ഇത് b2s the whole square ആണ്. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫൈനൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തുള്ള പ്രോബ്ലമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മീറ്റിംഗ് പോയിൻറ്റ്സ് വരുന്നതിനെ നമുക്കൊരു നോഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ലെക്ചറിൽ നമുക്ക് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.